രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയം ഇന്നായിരുന്നു. അത് 10-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതായത് രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ വന്നിരിക്കുന്ന രണ്ടാം പീഡന പരാതിക്കാരിക്ക് നൽകിയിരുന്ന ആ പീഡന കേസിൽ രാഹുലിന് നൽകിയിരുന്ന മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാം പീഡന പരാതിക്കാരി കോടതിയെ സമീപിച്ചതായിട്ട് നേരത്തെ തന്നെ നമ്മൾക്ക് വാർത്ത കിട്ടിയിരുന്നു. അത് മറ്റൊന്നുമല്ല, രാഹുൽ മാക്കൂട്ടം ഈ ജാമ്യം നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് കോടതികൾ പറയുന്നൊരു കണ്ടീഷൻസ് ഉണ്ട്. പ്രതികളെ സ്വാധീനിക്കാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല, അത്തരം കുറേ കണ്ടീഷൻസൊക്കെ പറയാറുണ്ട്. അപ്പോൾ രണ്ടാം പീഡന പരാതിക്കാരിക്ക് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വാട്സപ്പ് കോളിൽ നിന്നും മിസ് കോൾ ചെന്നിരുന്നു എന്നുള്ളതാണ് ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അത് കോടതിയിലൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും കൂടെ സ്വാഭാവികമായിട്ട് പരാതി എന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT സംഘം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതി സ്വാഭാവികമായിട്ടും രാഹുൽ മാക്കൂട്ടത്തിന് നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഡേറ്റ് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എന്താണെങ്കിലും ഇന്നത്തെ ഹിയറിങ് 10-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ പറയാനുള്ളത്. അതായത് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയം എപ്പോഴും ലൈവാക്കി നിർത്തുക എന്നുള്ളത് ഇവരുടെ ഒരു ഹിഡൻ അജണ്ടയാണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. കാരണം ഇവർക്കിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിപ്പൊക്കി ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, ഇതാരും ഞങ്ങളാരും മറന്നു പോയിട്ടില്ല കേട്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ SSP എന്ന ആ ഒരു കോക്കസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും, അതിൻ്റെ ഒരു മുന്നണി പോരാളികളൊക്കെയാണ് കുറച്ച് മുഖ്യധാര മാധ്യമങ്ങൾ പോലും. അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു ഹെഡ്ലൈൻ വാർത്തയെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും, അത്രയേ ഉള്ളൂ. എന്തായാലും വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഏകദേശം ഒരു 90% പര്യവസാനിച്ചിരിക്കുന്നു. രാഹുൽ മാക്കൂട്ടം UDF ക്യാമ്പിലേക്ക് ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇലക്ഷൻ ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്നു എന്നൊരു കണ്ടീഷനിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിലും രാഹുൽ മാക്കൂട്ടം പാലക്കാട് തന്നെ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയും തിരിഞ്ഞു വന്നിരിക്കുന്നു. കാരണം രാഹുൽ മാക്കൂട്ടം ഇല്ല എങ്കിൽ പിന്നെ UDF ഇല്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. കാര്യം നമുക്കറിയാം, ഇവിടുത്തെ ഭരണകൂട ഭീകരത എന്ന് നമ്മൾ പറയുന്നത് പോലെ അതിശക്തമായിട്ട് അതിഭീകരമായിട്ട് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തെയാണ്. പ്രതിപക്ഷത്തെ പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിലൂടെ കാണുന്ന ഒരു പ്രതിപക്ഷത്തെ മാത്രമേ പൊതുസമൂഹം അംഗീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം ഇല്ലാത്ത ഒരു പ്രതിപക്ഷം നിരയെ ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതൃനിരയിലെ ഉന്നതരെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടം കൂടെ ഉൾപ്പെടുന്ന അതിശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃനിരയാണ് ഇനിയിപ്പോൾ ഈ ഇലക്ഷനിലേക്ക് കടന്നു വരുന്നതും. അങ്ങനെ ഒരു നിരയെ മാത്രമേ പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള നേതൃനിരയ്ക്ക് മാത്രമേ ഒരു 100-120 സീറ്റായിട്ട് UDFിനോട് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ താനും. നേരെ മറിച്ച് രാഹുൽ മാക്കൂട്ടം ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നിര അല്ലെങ്കിൽ UDF നിരയാണ് കടന്നു വരുന്നതെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടീമാണെങ്കിൽ പോലും കൂടെ അവിടെ അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു അപജയം ആ കളിയെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. ആ ടീമിന് തന്നെ പിടിച്ചു നിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ഒരു കാര്യത്തിൽ UDFിനെയും കൂടെ അത്തരത്തിൽ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ തിരിച്ചറിയുന്നു. UDFിൻ്റെ ഉന്നത നേതൃത്വങ്ങൾ പോലും കാര്യങ്ങൾ തിരിച്ചറിയുന്നു. 1-2 പേർക്കൊക്കെ ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായ ചില സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് രാഹുൽ മാക്കൂട്ടം കൂടെ ഉൾപ്പെടുന്ന ഒരു ടീമിനെ മാത്രമേ ഇനി ഈ പൊതുസമൂഹം അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ടീമിന് മാത്രമേ ഇനിയിപ്പോൾ ഒരു ഭരണ തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ ഒരു കാര്യത്തിനകത്ത് ഇപ്പോൾ പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ UDFിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിശക്തമായിട്ട് LDFിനെ ആക്രോശിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ, അതായത് രാഹുൽ മാക്കൂട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം CPMലെ 1 ഡസനോളം വരുന്ന സ്ത്രീ പീഡകരുടെയൊക്കെ ലിസ്റ്റ് പറയുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന PK ശശി, ആ വ്യക്തി ഇപ്പോൾ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം UDFിലേക്ക് വരുന്നു എന്നുള്ളൊരു സൂചന നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നോട് നിയമസഭയിലേക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കുന്നുള്ളൊരു സൂചനയാണ് പറഞ്ഞിരിക്കുന്നത്.
അത് യു ഡി എഫിൻ്റെ ടിക്കറ്റിലോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സപ്പോർട്ടോട് കൂടി സ്വതന്ത്രനായിട്ടോ ആയിരിക്കും നിന്ന് മത്സരിക്കുന്നത്. അക്കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾ പോലും ഒരു പരിധിവരെ ഒരു പ്രസ്താവനയിലൂടെ അത് സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് അങ്ങനെ ഒരു സൂചന യു ഡി എഫ് നേതാക്കൾ പോലും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അതിൻ്റെ ഒരു 4-1 പോലും ഈ സ്ത്രീ പഠന വിഷയമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിന് അത് ബന്ധം ഇല്ല എന്നുള്ളത് കോടതി വരെ നിരീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കറതീർന്ന ഒരു കോൺഗ്രസ്സുകാരനായ രാഹുൽ മാക്കൂട്ടം ഇല്ലാതെ ഒരു കാരണവശാലും PK ശശിക്ക് ഒരു മുന്നണി പ്രവേശനമോ അതല്ലെങ്കിൽ ഒരു UDF സപ്പോർട്ടോ നൽകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഈ PK ശശിക്ക് ഇപ്പോൾ സപ്പോർട്ട് നൽകും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ കൃത്യമായിട്ടും അതിനേക്കാളെല്ലാം മുന്നേ തന്നെ രാഹുൽ മാക്കൂട്ടത്തെ കോൺഗ്രസ്സിലേക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ UDF ചേർത്ത് നിർത്തിക്കൊണ്ട് UDF ഭാഗമായിട്ട് രാഹുൽ മാക്കൂട്ടം കൂടെ നിൽക്കുക മാത്രമേ UDF ഇനിയിപ്പോൾ മുന്നോട്ടൊരു പ്രയാണം ഉണ്ടാകുകയുള്ളൂ. UDF ശക്തമായ രീതിയിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു ജനകീയമായ ഒരു വികാരം അത് ഇവിടുത്തെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ UDF നേതൃത്വവും കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ശരി, ഈ 10-ാം തീയതിയോട് തന്നെ കൂടി തന്നെ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയവും മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമാകും. ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ലാസ്റ്റുള്ള അവസാന ദിവസമെങ്കിലും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേര് UDF പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. നന്ദി.